കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ കാത്തിരുന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സത്യത്തിൽ പെട്ടു. ആകെ കൊണ്ട് വല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം. നേരത്തെ രാജ്യസഭയിലൂടെ BJP MP ആയി മാറിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്നാൽ അപ്പോഴും ഒരു മോഹം ബാക്കിയുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലോക്സഭയിൽ എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെയുള്ള ആഗ്രഹം. നിരവധി തിരഞ്ഞെടുപ്പുകളിൽ ആ മോഹം മുൻനിർത്തി മത്സരിച്ചു എങ്കിലും തോൽവിയായിരുന്നു ഫലം. ഒടുവിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് പുള്ളി പണി പറ്റിച്ചു. വിജയിച്ച് MP ആവുകയും അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തു. ആദ്യത്തെ ഈ തിരക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും സിനിമയിൽ സജീവമാകാം എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ ആഗ്രഹം. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു MPയോ MLAയോ ആയിരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്. മുകേഷും ഗണേഷ് കുമാറും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ MP ആയി മാറിയ കങ്കണ റണാവത്തുമൊക്കെ അങ്ങനെയുള്ളവരാണ്. അവർക്ക് അനുമതിയും ലഭിക്കാറുണ്ട്. എന്നാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ് കേന്ദ്രമന്ത്രിസ്ഥാനം. ആരായാലും മന്ത്രിയായിരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പാരയായി തീർന്നിരിക്കുന്നത്. സത്യത്തിൽ സുരേഷ് ഗോപി എന്താണ് കരുതിയിരുന്നത്? മന്ത്രിസ്ഥാനവും സിനിമ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നായിരുന്നു സുരേഷ് ഗോപി കരുതിയിരുന്നത് എന്ന് വ്യക്തം. മന്ത്രിയായി ഇരിക്കുന്നതിനിടയിൽ സിനിമകളിൽ അഭിനയിക്കാമെന്നും വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നും സുരേഷ് ഗോപി കരുതിയിരുന്നു. എന്നാൽ അത് വെറും കരുതൽ മാത്രമായിരുന്നു. ഇക്കാര്യം BJP കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചപ്പോൾ മറുത്ത് ഒരു ചോദ്യം പോലുമില്ലാതെ അവർ ആ നിർദ്ദേശം തള്ളുകയായിരുന്നു. മന്ത്രിയായി ഇരിക്കുകയാണെങ്കിൽ മന്ത്രിയായി തന്നെ ഇരിക്കണം എന്നും ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ലെന്നും അവർ തീർത്തു പറഞ്ഞു. ഒന്നുകിൽ മന്ത്രിസ്ഥാനം രാജിവയ്ക്കുക, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഈ 2 വഴികൾ മാത്രമേയുള്ളൂ. പക്ഷേ കാത്തു മോഹിച്ചിരുന്ന് കിട്ടിയ മന്ത്രിക്കുപ്പായമായതിനാൽ അത് കളയാനും ഒരു മടി. അതിനിടെ 22 സിനിമകൾക്ക് താൻ ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് പറഞ്ഞപ്പോൾ അമിത്ഷാ സമ്മതിച്ചില്ലെന്നും കുറച്ച് ദിവസം മുൻപ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സിനിമ പാഷനാണെന്നും അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്നുമൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. കേരളം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സുരേഷ് ഗോപിയെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒറ്റക്കൊമ്മൽ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് 22ഓളം എണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു. പക്ഷേ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും ഞാൻ സെപ്റ്റംബർ 6 പോരും. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ. ഇതൊക്കെയാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ കൂട്ടത്തിൽ സുരേഷ് ഗോപി ഒരു കാര്യം പറയുന്നുണ്ട്. സെപ്റ്റംബർ 6 പോരുമെന്ന്. അതായത് സെപ്റ്റംബർ 6 ഒറ്റക്കൊമ്മൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്ന ദിവസം. ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ എത്തുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. എന്നാൽ സെപ്റ്റംബർ 6 കഴിഞ്ഞു, 16 കഴിഞ്ഞു, 26 കഴിഞ്ഞു. ഇപ്പോഴിത് ഒക്ടോബർ 6 ആകാൻ പോകുന്നു. ഒറ്റക്കൊമ്മൽ സിനിമയുടെ ചിത്രീകരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അനുമതി കിട്ടിയിട്ടില്ല. മന്ത്രിയായിരുന്നു കൊണ്ട് അനുമതി ലഭിക്കുമെന്നും തോന്നുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്ന് സുരേഷ് ഗോപി നാളെ വേറെ ആരെങ്കിലും ഇതുപോലെ വന്ന് അനുമതി ചോദിച്ചാൽ അനുമതി നൽകിയേ മതിയാകും. സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെയുള്ള വള്ളിക്കെട്ട് കേസുകൾ പിടിക്കുന്നത്? ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അനുമതി നൽകാത്തത്. ഇതോടെ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായത് ഒറ്റക്കൊമ്പൻ സിനിമയുടെ നിർമ്മാതാക്കളാണ്. സുരേഷ് ഗോപിയെ വച്ച് അനൗൺസ് ചെയ്ത പടം ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലേഷ്യയിൽ വച്ചാണ് ഒറ്റക്കൊമ്പൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതെന്നും 6 ദിവസത്തെ ഷൂട്ടിംഗ് മലേഷ്യയിൽ ഉണ്ടെന്നും നേരത്തെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് പിന്നാലെ സുരേഷ് ഗോപി താടിയെടുക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാനും കഴിയുന്നില്ല, സിനിമയ്ക്ക് വേണ്ടി വളർത്തിയ താടിയും എടുക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലായി സുരേഷ് ഗോപി. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ശരാശരി വാങ്ങിക്കൊണ്ടിരുന്നത് 5 കോടിയാണ്. ഗരുഡൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്.
അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും സിനിമയിൽ നിന്ന് നല്ലൊരു വരുമാനം സുരേഷ് ഗോപിക്ക് വരുന്നുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രിയായി തുടർന്നാൽ ആ വരുമാനം കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചതും അതിനായി ശ്രമിച്ചതും. മന്ത്രിയായിരിക്കുമ്പോൾ ശമ്പളവും അലവൻസും എല്ലാം കൂടി ചേർത്ത് ഒരു മാസം ഏകദേശം 3 ലക്ഷം രൂപ ശരാശരി സുരേഷ് ഗോപിക്ക് ലഭിക്കും. എന്നാൽ ഉത്തരവാദിത്തങ്ങളോ ആവശ്യത്തിലേറെയുണ്ട്. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോ മന്ത്രിമാരുടെയും ഒരു ദിവസം കടന്നു പോകുന്നത്. സ്വാഭാവികമായും മന്ത്രിയായി സജീവമായി തുടരുന്നതിനിടയിൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിനിമാ അഭിനയം പെട്ടെന്ന് തീർത്തു വരാവുന്ന ഒന്നല്ല. അതിനായി സമയം കണ്ടെത്തണം. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പരിഗണന നൽകേണ്ടത് മന്ത്രിസ്ഥാനത്തിന് തന്നെയാണ്. കാരണം ഇത്രയും ലക്ഷം ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഒരാളെ ജയിപ്പിച്ച് MP-യാക്കി മന്ത്രിയാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടത് സ്വാഭാവികമാണ്. ജനങ്ങളുടെ കാര്യത്തിലായിരിക്കണം പരിഗണന നൽകേണ്ടത്, അതായത് മന്ത്രിസ്ഥാനത്തിന്. അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോയി 1-2 സിനിമയിൽ ഗസ്റ്റ് റോളിലെങ്കിലും അഭിനയിച്ചിട്ട് വരാം. അധിക ദിവസം ഒന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. കൂടിപ്പോയാൽ 1-2 ദിവസം. കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയത്. എന്നാൽ ഇവിടെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന കാര്യമല്ല സുരേഷ് ഗോപി പറയുന്നത്. നായകനായി അഭിനയിക്കുന്ന കാര്യമാണ്. മാസങ്ങൾക്ക് മുൻപേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒറ്റക്കൊമ്പൻ സിനിമ മുതൽ ഇങ്ങോട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത്. ഏകദേശം 22 സിനിമകൾ തനിക്ക് വേണ്ടി ഒരുങ്ങുന്നുവെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞത് തള്ളാണെന്ന വാദവും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നിട്ടുണ്ട്. ഈ 22 സിനിമകളിൽ തനിക്ക് അഭിനയിക്കാനുള്ളതെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറും തള്ളു മാത്രമാണെന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്നുമാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. മാത്രമല്ല, മന്ത്രിയായി ഇരുന്നു കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. മന്ത്രി അല്ലെങ്കിൽ കൂടി ഈ 22 സിനിമകൾ 5 വർഷത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. 5 വർഷത്തേക്ക് സിനിമകൾ കരാറാക്കുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. 5 വർഷം എന്ന് പറയുന്നത് 5 വയസ്സ് കൂടുന്ന കാര്യമാണ്. നമുക്കൊരു 4 വർഷം കഴിഞ്ഞ് സിനിമ ചെയ്യാമെന്ന് ഏതെങ്കിലും സംവിധായകനോ നിർമ്മാതാവോ പറയുമോ എന്നുള്ളതാണ് ഇതിനോടൊപ്പം ഉയരുന്ന ചോദ്യം. സുരേഷ് ഗോപി അത്യാവശ്യം സജീവമായി നിലനിന്ന 2010-2015 കാലയളവിൽ 24 ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതിൽ 5 ഗസ്റ്റ് കാമിയോ അപ്പിയറൻസുകളുമുണ്ട്. സിനിമാ അഭിനയത്തിനു മാത്രം മുൻതൂക്കം നൽകിയ 5 വർഷത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും അദ്ദേഹം MP-യാണ്. മണ്ഡലത്തിലെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നോക്കണ്ടേ? ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയൊരു ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിച്ചു നൽകിയപ്പോൾ അതിനെ സൈഡിലേക്ക് മാറ്റിവച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് BJP കേന്ദ്ര നേതൃത്വം തീർത്തു പറഞ്ഞ സാഹചര്യത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് സുരേഷ് ഗോപി പെട്ടിരിക്കുന്നത്. സിനിമ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം നിലവിൽ പൂർണ്ണമായും അടഞ്ഞ സാഹചര്യമാണ്. എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് അനുമതി നൽകുമെന്ന് തോന്നുന്നുമില്ല. പിന്നെയുള്ള ആകെ ഒരേ ഒരു വഴി കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും സുരേഷ് ഗോപിയെ തന്നെയായിരിക്കും. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച മന്ത്രി പദവിയെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് വീണ്ടും സിനിമയ്ക്ക് പിറകെ സുരേഷ് ഗോപി പോയാൽ ജനങ്ങളത് സഹിക്കണമെന്നില്ല. ഉറപ്പായും അവർ പ്രതികരിക്കും. ആ പ്രതികരണം തിരഞ്ഞെടുപ്പ് വഴിയുമായിരിക്കും. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, ഒരു BJP നേതാവിന് പോലും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അതുകൊണ്ടെത്തിക്കും. എന്തായാലും സുരേഷ് ഗോപിയുടെ സമയം ബെസ്റ്റ് സമയമാണെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.